welcome back to another Prepwise video. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത്തവണത്തെ CUCET 2021 അഡ്മിഷൻ നോട്ടിഫിക്കേഷനിൽ ജനറൽ ആയിട്ട് കോഴ്സസും യൂണിവേഴ്സിറ്റീസ് നമ്മൾ മനസ്സിലാക്കി. സോ ഈ വീഡിയോയിൽ നമുക്ക് ഒരു ബ്രീഫ് ആയിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സും ഇതിന് എന്തൊക്കെയാണ് ഇതിന്റെ ആവശ്യമുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇത്തവണ CUCET എക്സാം നടത്തുന്നത് NTA ആണ്. അതുകൊണ്ട് തന്നെ CUCET.NTA വെബ്സൈറ്റിലാണ് ഈ ഇത്തവണത്തെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 1st September ആണ്, അപ് ടു 11:50 PM. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട. ചിലപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയേക്കാം, പക്ഷെ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ ടു ഫിനിഷ് ഇറ്റ് ഓഫ് ബിഫോർ ദി ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഡേറ്റ് ഓഫ് കറക്ഷൻ ഇൻ ആപ്ലിക്കേഷൻ ഫോം അത് ഇവരൊരു 2 ദിവസം ഇത് ഓപ്പൺ ചെയ്യുന്നതാണ്. അതായത് ദാറ്റ് ഇസ് ആഫ്റ്റർ ദി ഇനീഷ്യൽ സബ്മിഷൻ ഓഫ് യുവർ ആപ്ലിക്കേഷൻ. 1ാം തീയതി ക്ലോസ് ചെയ്തതിനു ശേഷം ഇവര് 3rd to 4th ആണ് ഈ ഡേറ്റ് ഓഫ് കറക്ഷൻ ആയിട്ട് ഇവര് ഓപ്പൺ ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഷെഡ്യൂൾ എന്ന് ഇവർ പറയുന്നത് ഇറ്റ് ഇസ് ആഫ്റ്റർ 2nd week ഓഫ് സെപ്റ്റംബർ, അതായത് 15, 16, 23rd and 24th. ഇത് ഫൈനൽ സബ്ജക്ട്സ് പെർ സെ ഡേറ്റ്സ് വന്നിട്ടില്ല, അതിന് ഇനിയും നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ബട്ട് ഫോർ നൗ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇതെല്ലാമാണ്. സോ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ 1st September, പിന്നെ കറക്ഷൻ ഓപ്പൺ ആണ് 3rd to 4th. പിന്നെ അതിനുശേഷം എക്സാം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15, 16, 23rd and 24th ആണ്. അപ്പൊ നമ്മൾ ഈ ഡേറ്റ്സ് മനസ്സിൽ കരുതിയിട്ട് വേണം പ്രിപ്പറേഷന് നമ്മൾ സ്ട്രാറ്റജി പ്ലാൻ ഔട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫീസ് പേയബിൾ എന്താന്ന് നമുക്ക് നോക്കാം. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനാണ്. അപ്പോ ഇവിടെ കാറ്റഗറി വൈസ് ജനറൽ OBC EWS ആപ്ലിക്കൻസിന് 800 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. പിന്നെ SC ST ട്രാൻസ്ജെൻഡർ ആപ്ലിക്കൻസിനാണെങ്കിൽ 350 rupees. PW ആപ്ലിക്കൻസിന് ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, അവർക്ക് ആപ്ലിക്കേഷൻ ഫീ ഒന്നും ചാർജ് ചെയ്യുന്നില്ല. സോ ഇതെല്ലാമാണ് ഈ CU-CET ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് എക്സാം ഡീറ്റെയിൽസിലോട്ട് കടക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, ഓൺലൈൻ ആയിരിക്കും. MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. And an applicant can apply for both the test papers. അതായത് ഈ QP1-നും QP2-നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. QP1 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ സയൻസ് ബേസ്ഡ് ടെസ്റ്റ് ആണ്. ആൻഡ് QP2 എന്ന് പറയുന്നത് സയൻസ് അല്ലാത്ത കോഴ്സസിനുള്ള ജനറൽ ആയിട്ടുള്ള എൻട്രൻസ് പേപ്പർ ആണ്. പിന്നെ എക്സാമിനേഷന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours അല്ലെങ്കിൽ 120 minutes ആണ്. ആൻഡ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സാം സെന്റേഴ്സ് നമുക്ക് ഏതൊക്കെയാന്ന് നോക്കാം. സോ ഒരു ഓപ്ഷൻ വരുന്നത് ആലപ്പുഴ ഓർ ചെങ്ങന്നൂർ, പിന്നെ എറണാകുളം, അങ്കമാലി, മൂവാറ്റുപുഴ, ഇതെല്ലാം ഒറ്റ ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത്. ദെൻ കണ്ണൂര്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, പിന്നെ തൃശ്ശൂർ. അപ്പൊ ഇതെല്ലാമാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള CU-CET എക്സാം സെന്റേഴ്സ്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് പേപ്പേഴ്സ് ഒന്നും കൂടി നമുക്കൊന്ന് സിലബസ് നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ QP01 എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവര് എൻട്രൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നതും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവര് 2 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പാർട്ട് എയിൽ വരുന്നത് ഒരു ജനറൽ പോർഷൻ ആണ് വരുന്നത്. അപ്പൊ 25 ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷ്, ജനറൽ നോളജ്, ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നാണ്. അതുപോലെ തന്നെ പാർട്ട് ബിയിൽ വരുന്നത് സബ്ജക്ട്സ് സ്പെസിഫിക് ആയിട്ടാണ്. അപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഈ 4 സബ്ജക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് വെച്ചാണ് ഈ പാർട്ട് ബിയിലും വരുന്നത്. അപ്പോൾ QP1 എന്ന് പറയുന്നത് സയൻസ് സബ്ജക്ട്സിനാണ്. അതുപോലെ തന്നെ QP2 എന്ന് പറയുമ്പോൾ എന്താ, സയൻസ് അല്ലാത്ത ബാക്കി ആർട്സ്, സോഷ്യൽ സയൻസ് ആൻഡ് അതർ കോഴ്സസ് ആണ് ഈ QP02 വരുന്നത്. ഇവരുടെ ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് സയൻസിനെ പോലെ സബ്ജക്ട് ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നില്ല, കൂടുതലും ഒരു ജനറൽ നേച്ചർ ആണ്. അതായത് യു ഹാവ് 100 MCQs. അതിൽ എന്തൊക്കെ വരാം, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ദെൻ അനലിറ്റിക്കൽ സ്കിൽ, റീസണിങ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ്. അപ്പൊ ഈ QP01 പാർട്ട് എയിൽ വരുന്ന പോർഷൻ ആണ് മൊത്തത്തിൽ എന്താണ് QP02 സിലബസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ കോഴ്സിന് ഏത് കോഡാണെന്ന് നിങ്ങൾ നോക്കണം. ഇപ്പൊ ചില കോഴ്സിന് QP1 എന്ന് എഴുതിയിട്ടുണ്ടാവും, ചിലതിന് QP2 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഏത് കോഴ്സാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അതിന്റെ നമ്മൾ എൻട്രൻസ് പാറ്റേൺ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ടു റിമെമ്പർ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എപ്പോഴും രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ഇമെയിൽ ID, മൊബൈൽ നമ്പറും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഇവര് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമുക്ക് ഇമെയിൽ ആയിട്ടും മെസ്സേജ് ആയിട്ടും വരുന്നതാണ്.
പക്ഷെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്കിപ്പോൾ മെസ്സേജ് മിസ്സാവുകയോ അല്ലെങ്കിൽ ഇമെയിൽ ലഭിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ നമ്പർ വഴി നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ നമ്മൾക്കൊരു ഗവൺമെന്റ് ഐഡന്റിറ്റി ഒരു ഡീറ്റെയിൽസ് നമ്മൾ കയ്യിൽ വെക്കണം. അപ്പോൾ അത് എന്തും ആകാം, ആധാർ അല്ലെങ്കിൽ ഇലക്ഷൻ വോട്ടേഴ്സ് ഐ ഡി, പാസ്പോർട്ട് നമ്പർ, റേഷൻ കാർഡ്, പാൻ നമ്പർ. അപ്പോൾ എന്തെങ്കിലും ഒരു വാലിഡ് ഗവൺമെന്റ് ഐ ഡിയും കൂടി നമ്മൾ കയ്യിൽ റെഡി ആയിട്ട് വെക്കണം. പിന്നെ ഇവർ അപ്ലോഡിനാകെ ആവശ്യപ്പെടുന്നത് 2 കാര്യങ്ങൾ മാത്രമാണ്. നമ്മളുടെ ഫോട്ടോഗ്രാഫ്, സ്കാൻഡ് ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. സൈസ് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് 10 to 200 KB ഇടയിലായിരിക്കണം, ഐദർ ഇൻ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആൻഡ് അതുകൂടാതെ അവർ ഒരു ക്രൈറ്റീരിയയും കൂടി വെക്കുന്നുണ്ട്, വിത്ത് 80% ഫേസ് വിതൗട്ട് മാസ്ക്. ലൈക്ക് ഒബ്വിയസ്ലി ഇപ്പോ ഈ വിതൗട്ട് മാസ്ക് എന്ന് പറയേണ്ടത് ഒരു ഇമ്പെറേറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ വിതൗട്ട് മാസ്ക് ആൻഡ് വിസിബിൾ ഇൻക്ലൂഡിങ് ഇയേഴ്സ്. അപ്പൊ ചെവിയും കാണിച്ചുള്ളത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ കളർ ഫോട്ടോ ആണ് ഇവര് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിട്ട് അപ്ലോഡിന് ആവശ്യപ്പെടുന്നത്. നമ്മളൊരു ക്ലിയർ സിഗ്നേച്ചറും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന്റെ സൈസും മെൻഷൻ ചെയ്തിട്ടുണ്ട്, 4 to 30 KB ഇടയിലായിരിക്കണം. ഇപ്പൊ 2 അപ്ലോഡ്സ് ആണ് ഇവിടെ ഉള്ളത്, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കയ്യിൽ കരുതാനാണ് വൈൽ വി ആർ അപ്ലൈ. ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഇവർ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആപ്ലിക്കേഷന് പോകുന്നതിന് മുമ്പ് വി നീഡ് ടു രജിസ്റ്റർ. അപ്പോൾ ആദ്യം ഈ ഒരു പേജിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്, നമ്മൾ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അവിടെ ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ രജിസ്റ്റർ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ സൈൻ ഇൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. നമ്മൾ രജിസ്ട്രേഷന് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലോട്ട് പോകും. ഇതിൽ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക, കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം. ദെൻ ഇവിടെയാണ് മറ്റേ ഗവൺമെന്റ് ഐഡന്റിറ്റി നമ്പർ വരുന്നത്. അപ്പോൾ ഐഡന്റിറ്റി ടൈപ്പ് ചെയ്ത്, അപ്പൊ ആധാർ കാർഡെങ്കിൽ ആധാർ കാർഡ് ആൻഡ് അതിന്റെ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും കാര്യങ്ങളും, ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, ഇതെല്ലാം രജിസ്ട്രേഷനിലാണ് വരുന്നത്. അപ്പൊ ഈ രജിസ്ട്രേഷനിൽ കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. രജിസ്ട്രേഷനിൽ തന്നെയാണ് നമ്മൾ പാസ്വേഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നത്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ലോഗിൻ ചെയ്യുന്നത്. സോ വൺസ് വി ആർ ലോഗ്ഡ് ഇൻ, ഇങ്ങനത്തെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ഓൾ വെരി ഈസി ടു ഫിൽ. അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരുന്നില്ല. രജിസ്ട്രേഷൻ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മിക്കതും ഓട്ടോ ഫിൽ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ബാക്കി ഫില്ലാവാത്ത പോർഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് ഫില്ല് ചെയ്യുക. ആൻഡ് ഇവിടെ അപ്ലൈ ഫോർ എന്ന ഓപ്ഷനിൽ നമുക്ക് കാണാം അപ്ലൈ ഫോർ UG പ്രോഗ്രാം ആണ് എന്നിവർ ചോദിക്കുന്നുണ്ട്. പിന്നെ ടെസ്റ്റ് പേപ്പർ ടൈപ്പും Q1 ആണോ Q2 ആണോ രണ്ടും ടിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 എക്സാമിനേഷൻ സെന്റേഴ്സ് ആണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ സാധ്യതയില്ല. ഇറ്റ്സ് പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ്. ആദ്യം ഇവർ UG ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് ചോദിക്കുന്നുണ്ട്, ടെസ്റ്റ് പേപ്പർ കോഡ്സ് രണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്, പിന്നെ 4 എക്സാം സെന്റേഴ്സ്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രിറ്റി മച്ച് സിമിലർ ടു നമ്മളുടെ ഒരു NTA നടത്തുന്ന നെറ്റ് എക്സാമിനേഷന്റെ ഒരു ഫോമിന്റെ അതേ രൂപം തന്നെയാണ് ഇവിടെ നമ്മളിപ്പോ കാണാൻ സാധിക്കുന്നത്. ഇതിനുശേഷം നമ്മളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. അതിൽ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾ 10th-ന്റെയും 12th-ന്റെയും ഡീറ്റെയിൽസ് ആണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10th-ന്റെയും 12th-ന്റെയും ഡീറ്റെയിൽസ്, മാർക്സ്, പെർസെന്റേജ് കാര്യങ്ങളെല്ലാം കൊടുക്കുക. പിന്നെ അതിനുശേഷം വേറെ ഏതെങ്കിലും ഒരു നാഷണൽ ലെവൽ എക്സാമിനേഷൻ നിങ്ങൾ വല്ല പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വരുന്നത് നിങ്ങളെ ഇൻകം ഡീറ്റെയിൽസ് ഇവർ ചോദിക്കുന്നുണ്ട്. ഫാദറിന്റെയും മദറിന്റെയും എഡ്യൂക്കേഷൻ ലെവലും, ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ലെവൽ, ഓക്യുപ്പേഷൻ ആൻഡ് ആനുവൽ ഇൻകം കൂടി അവർ അടുത്ത കോളത്തിൽ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇതെല്ലാം ഫിൽ ചെയ്തതിനു ശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക, സെക്യൂരിറ്റി കോഡ് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷൻ, ബേസിക് ആപ്ലിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ വേറെ വലിയ കൺഫ്യൂഷൻസും എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ഇതിനുശേഷം നിങ്ങൾ നേരെ അപ്ലോഡ് പേജസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ ഈ അപ്ലോഡ് പേജസിൽ നമുക്ക് കാണാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 അപ്ലോഡ്സ് മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ. ഒന്ന് നമ്മൾ ഫോട്ടോഗ്രാഫും ഒന്ന് സിഗ്നേച്ചറും. അത് ഇവർ പറഞ്ഞ പോലെ തന്നെ ഡയമെൻഷൻസിലും അവർ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ സൈനും അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ആയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. സോ നമ്മൾ അപ്ലോഡിന് ശേഷം ഇവർ പേയ്മെന്റ് പേജിലോട്ട് പോകും. പേയ്മെന്റും കൂടി കംപ്ലീറ്റ് ആയതിനു ശേഷം ഇങ്ങനെയായിരിക്കും നമുക്കൊരു പേജ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഇതിൽ നമുക്ക് കാണാം നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും കൊടുത്തിട്ടുണ്ട്, ഡൗൺലോഡ് കൺഫർമേഷൻ പേജ് എന്നും ചോദിക്കുന്നുണ്ട്.
ഈ കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ആൻഡ് പിന്നീട് ഇതേ ഒരു വിൻഡോയിൽ തന്നെ ആയിരിക്കും നമ്മളുടെ അഡ്മിറ്റ് കാർഡും എക്സാം ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ, ലോഗിൻ ഡീറ്റെയിൽസ്, പാസ്വേഡ്, യൂസർ നെയിം ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. പിന്നീട് അഡ്മിറ്റ് കാർഡിനും റിസൾട്ട്സ് വ്യൂ ചെയ്യാനും ഒക്കെ ഇത് ആവശ്യം വരുന്നതാണ്. ഇതാണ് ഇത്തവണത്തെ CUCET 2021 ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ. അത് ഇറ്റ് ഈസ് പ്രിറ്റി സിമ്പിൾ. അങ്ങനെ വലിയ ഡിഫിക്കൽട്ട് ആയ ഭാഗങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് പൂരിപ്പിക്കുന്ന സമയത്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും യു ക്യാൻ റീച്ച് ഔട്ട് ടു us. അതുപോലെ തന്നെ Prepwise എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ CUCET കോച്ചിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ യു ക്യാൻ ഡൗൺലോഡ് our ആപ്പ് ഫ്രം ദി ആപ്പ് സ്റ്റോർ ആൻഡ് ഗൂഗിൾ പ്ലേ സ്റ്റോർ. And we'll be providing live classes, discussions, recorded classes, and multiple mock tests. Appo you can download it today. And since exam nu parayunnathu, it is just next month. So all the best for your preparation and stay tuned to Prepwise.